തലശ്ശേരി കലാപത്തിൽ പിണറായി വിജയന്റെ സഹോദരൻ പങ്കാളിയാണ് എന്നൊക്കെ പറയുന്നതിന് പിന്നിലെ വസ്തുതാപരമായ പിൻബലമുണ്ടോ? അതിന് കമ്മീഷൻ റിപ്പോർട്ടിനകത്തൊന്നും കാണാത്ത കാര്യങ്ങൾ താങ്കളൊരു പൊതു രംഗത്തെ വേദിയിൽ ആവേശത്തോടെ പ്രസംഗിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലേ? വസ്തുതാപരമായ കാര്യങ്ങളില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം എന്താ അറിയോ, എന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പച്ച തെറി വിളിച്ചുകൊണ്ടൊക്കെ വന്ന പോഡ്കാസ്റ്റുകളും മറ്റൊക്കെ കുറേ ഉണ്ട്. അതിനകത്തൊക്കെ അവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, പിണറായി പാറപ്പുറത്തെ പള്ളി പൊളിക്കുന്നത് കമ്മീഷൻ പറയണത് രാത്രി പൊളിച്ചു, അപ്പോൾ ഈ കൂട്ടാക്രമണം ആയതുകൊണ്ട് പരിക്ക് പറ്റരുതെന്ന് കരുതി പിറ്റേ ദിവസം പോയിട്ടാണ് സുഖമായിട്ട് പള്ളി പൊളിച്ചു മാറ്റുന്നത്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ആർക്കില്ല. ജനസംഘമാണ് എന്ന് പറഞ്ഞു എന്നാണ് കമ്മീഷൻ. പക്ഷേ അതിലെ പ്രതി കുമാരനാണ്. അല്ലാരാ? അത് പറഞ്ഞു തന്നാൽ മതി. എൻ്റെ ചോദ്യം അതിനിങ്ങനെ CPM അല്ല ജനസംഘാണെന്നല്ല എൻ്റെ ചോദ്യം. ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രതി ആര്? കുമാരൻ ആരാണ്? പിണറായി വിജയൻ്റെ സഹോദരനാണ്. എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്താ കേസ് കൊടുക്കാത്തത്? രണ്ടാമത്, മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റേ കള്ളുഷാപ്പിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. തലശ്ശേരിയിൽ മൂക്ക് കീഴ്പ്പെട്ടുള്ളവർക്ക് മുഴുവൻ അറിയാം. ചരിത്രത്തെ നുണ പറഞ്ഞിട്ട് ഒരു എന്താണ് പറയുക, ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മാറ്റാം. എൻ്റെ ചോദ്യം ഇതാണ്, അയാൾ കള്ളുഷാപ്പിൽ നിന്ന് എത്രയോ കിലോമീറ്ററിന് അപ്പുറത്തുള്ള കള്ളുഷാപ്പിൽ നിന്ന് മരിച്ച ഒരാൾ, ഇതുമായൊരു ബന്ധമുള്ളൊരു കലാപം ആ റിപ്പോർട്ടിൽ നിങ്ങൾ ഈ പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടിനകത്ത്, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഒരിടത്ത് പോലും പരാമർശമില്ല. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? കേരള നിയമസഭയിലെ രേഖയാണ്. കുമാരനുണ്ടോ? ആ കുമാരനുണ്ട്, കുമാരൻ്റെ പേരുണ്ട്. പക്ഷേ വിധത്തിൽ കമ്മീഷനെതിരെ ഇയാൾ കള്ളുഷാപ്പിൽ നിന്നാണ് മരിച്ചത് എന്ന PT തോമസിൻ്റെ പ്രസംഗം നിയമസഭാ രേഖയാണ്. ഇപ്പോഴും ഞാൻ പറയണത് കണ്ണൂരിലെ CPM, ഞാൻ മൊത്തത്തിലൊന്നും അതിനെക്കുറിച്ച് പറയണില്ല. തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള അജി സുധാകരനെ പോലെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ നമുക്കറിയാം. അവരുടെ ആ കമ്മ്യൂണിസം അല്ല കണ്ണൂരിലേത്. സഖാവ് പിണറായി വിജയൻ വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന അത്ര സുന്ദരമായ രാഷ്ട്രീയ സാഹചര്യമൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ വൈരനിര്യാതനമായ ബുദ്ധി VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമെങ്കിൽ അദ്ദേഹം പലതവണ പറയുകയും നമ്മളൊക്കെ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് അതത്ര ഈസി ആയിട്ടുള്ള മറ്റു രാഷ്ട്രീയത്തെ പോലെ ലഘൂകരിക്കൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കുഞ്ഞാനന്ദൻ്റെ മകൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, എന്തേ കേസ് കൊടുക്കാത്തത്? കേസ് കൊടുത്താൽ പോരെ? മുഹമ്മദ് അസ്ലം ചേർന്നുള്ള വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, ഈ സമീപകാലത്ത് CPM നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ പല രീതിയിലുള്ള പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇപ്പം KM ഷാജി പറയുന്നത് ഇതൊരു ആസൂത്രിതമായ ഒരു നീക്കമാണ്, അവരുടെ ഒരു അജണ്ടയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഇത്തരത്തിലുള്ള പരാമർശം, നീക്കമെന്നാണ് പറയുന്നത്. എന്താണ് പോഡ്കാസ്റ്റിൽ ഇന്ന് അദ്ദേഹം സംസാരിച്ചത്? ജീന, ജമാഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും മറ്റ് തെരഞ്ഞെടുപ്പുകൾക്ക് വളരെ കൃത്യമായി തന്നെ CPM ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പൈശാചിവൽക്കരിച്ചുകൊണ്ടും അത് മുസ്ലിം ലീഗ് ഇപ്പോൾ ജമാഅത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടും UDF ജമാഅത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദം, ഒരു ചർച്ചകൾ സജീവമാക്കാനായിരുന്നു ശരിക്കും CPM ശ്രമിച്ചത്. അത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് എന്ന സംഘടനയ്ക്ക് എതിരെ അല്ലെങ്കിൽ സംഘടനയോട് മാത്രമല്ല ലക്ഷ്യമിടുന്നത്, പകരം ഒരു സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സംഘപരിവാറിൻ്റെ ഒരു കൃത്യമായ അജണ്ടയാണ് CPM നടപ്പാക്കുന്നതെന്നാണ് KM ഷാജി പറഞ്ഞു വെക്കുന്നത്. അതായത് ആദ്യം ജമാഅത്ത് വളരെ മോശമാണെന്ന് പറയുക, പിന്നീട് ജമാഅത്ത് എല്ലാവരും ജമാഅത്താണ്, അല്ലെങ്കിൽ ഈ ലീഗാണെങ്കിലും UDF ആണെങ്കിലും ജമാഅത്തുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് പറയുക. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരെയും തീവ്രവാദികളാണെന്ന് പറയാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത് കുറേ നാളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഷാജിനെ പറയുന്നുണ്ട് ആ ഒരു വിവാദത്തിന് അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണങ്ങളുടെ ബലം കുറഞ്ഞു വരുന്നു. ജമാഅത്ത് ഒരു എപ്പിസോഡ് തന്നെ, അവരുടെ ആരോപണ എപ്പിസോഡ് തന്നെ അവസാനിക്കേണ്ട സമയമായി എന്നുകൂടി പറയുന്നു. പറഞ്ഞാൽ ഇത് പിന്നിലൊരു ജമാഅത്തെ ഇസ്ലാമിയെതിരായ ആക്രമണമല്ല, പകരം അത് ഒരു കൃത്യമായ സംഘപരിവാർ അജണ്ട CPM നടപ്പാക്കുകയാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി KM ഷാജി പറയുന്നുണ്ട്. അതായത് പിണറായി വിജയന്റെ സഹോദരനെതിരെ അദ്ദേഹത്തിന് ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കുന്നമംഗലത്ത് വീണ്ടും പ്രസംഗിച്ചപ്പോഴും അത് വിവാദമായിരുന്നു. തലശ്ശേരി കലാപത്തിൽ പിണറായിയുടെ സഹോദരൻ കുമാരന് പങ്കുണ്ട്, അവിടുത്തെ പള്ളി പൊളിച്ചതിൽ, പിണറായിയിലെ പള്ളി പൊളിച്ചതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന കാര്യം ആരോപണം വരികയും വലിയ തോതിലുള്ള വിവാദം ഉണ്ടാവുകയും ചെയ്തു. ഇന്നത് ഈ പോഡ്കാസ്റ്റ് നമ്മളത് ചോദിക്കുമ്പോഴും അദ്ദേഹം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും ഈ കുമാരൻ്റെ പേര് പറയുന്നുണ്ട്, പിണറായിയുടെ സഹോദരൻ പേര് പറയുന്നുണ്ട്. മാത്രമല്ല പിണറായി പള്ളി പൊളിച്ച കേസിലെ പ്രതി കൂടിയാണ് കുമാരൻ. അതുകൊണ്ട് തന്നെ ആ ആരോപണത്തിൽ ഉറച്ചിരിക്കുന്നു. തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM പറഞ്ഞിട്ടും ഇതുവരെയും ആവശ്യത്തിലൊരു നിയമ നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തലശ്ശേരി
തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പള്ളികൾക്ക് പിന്നെ കാവൽ നിൽക്കെ കൊല്ലപ്പെട്ടു എന്ന് CPM പിന്നെ പറയുകയും തുടർന്ന് ആ അർത്ഥത്തിൽ വലിയ തോതിലുള്ള ചർച്ചയുണ്ടാവുകയും ചെയ്ത കുഞ്ഞിരാമന്റെ വിഷയത്തിലും അദ്ദേഹം നേരത്തെയുള്ള ആരോപണം ആവർത്തിക്കുകയാണ്. കുഞ്ഞിരാമൻ നേരത്തെ ഒരു കള്ളുഷാപ്പിൽ വെച്ചാണ് മരിച്ചതെന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. താൻ ആവർത്തിക്കുകയാണ്. അനാവശ്യമായ ഒരു തെറ്റായ ഒരു പ്രചരണമാണ് CPM വിഷയത്തിൽ നടത്തുന്നതെന്ന് പറയുന്നത്. എന്തായാലും കണ്ണൂരിൽ CPO ബന്ധപ്പെട്ട് അല്ലെ CPU വരെ ആക്രമണങ്ങൾ തുടരും. കണ്ണൂരിലെ CPUവിനെ മറ്റുള്ള CPUമായി ആശയപരമായി താരതമ്യം കഴിയില്ല. അതിന് വലിയ അപകടമുള്ള കാര്യമാണെന്ന് കൂടി പറയുന്നു. എന്തായാലും CPO എതിരായ ആരോപണങ്ങൾ അത് പിണറായി വിജയന്റെ സഹോദരനെതിരായ ആരോപണമാണെങ്കിലും ബാക്കി എല്ലാ ആരോപണങ്ങളും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. നിയമ നടപടി ധൈര്യമുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ എന്നുകൂടി CPMനെ വെല്ലുവിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM ഉയർത്തുന്ന ജമാഅത്ത് വിവാദം അത് സംഘപരിവാർ അജണ്ടയാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് KM ഷാജി.